ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡീസ് ആൻഡ് പ്ലഷേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ഓർഗാനിസത്തിനെ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് എന്ന 3 ക്ലാസ്സസ് ആക്കി. അതേപോലെ ആനിമൽസിനെ റെഡ് ബ്ലഡഡ് എന്നും നോൺ റെഡ് ബ്ലഡഡ് എന്ന 2 ക്ലാസ്സുകളാക്കി. ദെൻ അത് കഴിഞ്ഞ് വന്നതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് പ്രപ്പോസ് ചെയ്തത് കോൾ ലിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഓൾ ലിവിങ് ഓർഗാനിസത്തിനെ 2 ലാർജ് ഗ്രൂപ്പ്സ് ആക്കി, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് ആണ്. ഫസ്റ്റ് എന്താണ്, അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു. Then classification of organism into plants and animals was easily done. Then demerits ആണ് പറയുന്നത്. demeritsൽ അദ്ദേഹത്തിന് പ്രൊക്കാരിയോട്സ് എന്നും യുക്കാരിയോട്സ് എന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല ഓർഗാനിസത്തിന്. എന്ന് വെച്ചിട്ടുണ്ട് പ്രൊക്കാരിയോട്ട് മീൻസ് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തവരേനെ പ്രൊക്കാരിയോട്ട് എന്നും ഉള്ളവരേനെ യുക്കാരിയോട്ട് എന്നും വിളിക്കുന്നു. ദെൻ മൾട്ടി സെല്ലുലാറും യൂണിസെല്ലുലാറായിട്ടുള്ള ഓർഗാനിസത്തിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും ആയവരേനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോസിന്തറ്റിക് മീൻസ് സ്വന്തമായിട്ട് ഫുഡ് സിന്തസിസ് ചെയ്യാൻ കഴിവുള്ളവരേനെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ആനിമൽസ് എന്ന് വിളിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് വന്നതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് പ്രപ്പോസ് ചെയ്തത് RH വിറ്റാക്കർ ഇൻ 1969. അതിൽ 5 കിങ്ഡംസ് ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയാസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് ആണ് കിങ്ഡം മൊണീറ. എല്ലാ കിങ്ഡം മൊണീറയിലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ മൊണീറൻസ് എന്നാണ് വിളിക്കുക. എല്ലാ മൊണീറൻസും പ്രൊക്കാരിയോട്ടിക് ആണ്, മൈക്രോസ്കോപ്പിക് ആൻഡ് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ദെൻ കിങ്ഡം മൊണീറയിലുള്ള ഓർഗാനിസത്തിനെ 3ആയി ക്ലാസിഫൈ ചെയ്തു. ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ആദ്യം നമുക്ക് ആർക്കെ ബാക്ടീരിയ നോക്കാം. ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിമിറ്റീവ് പ്രൊക്കാരിയോട്സിൻ്റെ ആൻഷ്യൻ്റ് ഗ്രൂപ്പാണ്. മാത്രമല്ല ഇവർ ബാക്കിയുള്ള ബാക്ടീരിയയിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത് ഒരു സെൽ വോൾ ഉണ്ട്, അവർക്ക് ഡിഫറെൻറ്റ് സെൽ വോൾ ഉണ്ട്. മാത്രമല്ല സെൽ വോളിൽ ആർക്കെ ബാക്ടീരിയൽ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആബ്സെൻ്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ ബേസിക് യൂണിറ്റിയാണ് പറയുക. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ബാക്ടീരിയനെ 3 ക്ലാസ്സസ് ആക്കി അല്ലെങ്കിൽ 3 ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് മെത്തനോജൻസ്. അവർ മാർഷി ഏരിയാസ് അതേപോലെ റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഗഡ്സിലൊക്കെയാണ് അവർ നമ്മൾക്ക് കാണാൻ പറ്റുക. ഇവർ ബയോഗ്യാസ് മീത്തേൻ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഹാലോഫൈൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഹാലോഫൈൽസ്. അവർ എക്സ്ട്രീംലി സലൈൻ ആൻഡ് അനറോബിക് കണ്ടീഷനിലാണ് ലിവ് ചെയ്യുക. അതുമാത്രമല്ല അവർ ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ പേർപ്പിൾ കളേർഡ് പിഗ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യും. മാത്രമല്ല ATPയും പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് തെർമോ അസിഡോഫൈൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹോട്ട് സൾഫർ സ്പ്രിംഗ് ലൈക്ക് പ്ലേസസിലാണ് കാണപ്പെടുക. മാത്രമല്ല അവർ സൾഫറിക് ആസിഡും സൾഫർ ഡയോക്സൈഡായിട്ട് എയറോബിക് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യുകയും അനറോബിക് കണ്ടീഷനിൽ സൾഫർ ടു ഹൈഡ്രജൻ സൾഫൈഡായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് ആർക്കെ ബാക്ടീരിയ കഴിഞ്ഞാൽ യു ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ബാക്ടീരിയ എന്നാണ്. അതിൽ വരുന്ന ക്ലാസ്സസ് ആണ് ബാക്ടീരിയ, ആക്ടിനോമൈസിറ്റ്സ് ആൻഡ് സയനോബാക്ടീരിയ. ഇനി നമുക്ക് ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കാം. ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. മാത്രമല്ല കിങ്ഡം മൊണീറയിൽ ഒരു സോൾ മെമ്പറാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഷേപ്പിൻ്റെ ബേസിസിൽ ബാക്ടീരിയനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റത്തെയാണ് കോക്കസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ്. ദെൻ ബാസിലസ് റോഡ് ഷേപ്ഡ് ആണ്. സ്പൈറിലം സ്പൈറൽ ഷേപ്ഡ് ആണ്. വിബ്രിയോ എന്ന് പറയുന്നത് കോമ ഷേപ്ഡ് ആണ്. അങ്ങനെ 4 എണ്ണമായിട്ടാണ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കോക്കസ്, ബാസിലസ്, സ്പൈറില്ല ആൻഡ് വിബ്രിയോ. ഇനി നെക്സ്റ്റ് ആണ് ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. എക്സാമ്പിളാണ് സയനോബാക്ടീരിയ. ഗ്രീൻ പ്ലാന്റ്സിൻ്റേതുപോലെ ക്ലോറോഫില്ലയും നമുക്ക് ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൽ കാണാൻ പറ്റും.
ദെൻ നെക്സ്റ്റ് ആണ് സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അവർ യൂണിസെല്ലുലാർ, കോളനിയൽ ആൻഡ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബാക്ടീരിയസ് ആണ് സയനോബാക്ടീരിയ എന്ന് പറയുന്നത്. ബോത്ത് മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ ആൽഗെ ആണ് കേട്ടോ. ദെൻ ഈ കോളനീസിൻ്റെ ചുറ്റോറും കോളനി ആയിട്ട് കാണുന്ന സയനോബാക്ടീരിയനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജലാറ്റിനസ് ഷീത്ത് ഉണ്ട്. മാത്രമല്ല അവർ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് ഫോം ചെയ്യും. പിന്നെ ചില സയനോബാക്ടീരിയകൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. എക്സാമ്പിളാണ് നോസ്റ്റോക്കും അനാബെനയും. അടുത്തതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇവർ വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട്, വെച്ചാൽ നൈട്രേറ്റ്സ് ആൻഡ് അമോണിയനൊക്കെ ഓക്സിഡൈസ് ചെയ്തിട്ട് അവരുടെ റിലീസ് ചെയ്ത എനർജീനെ ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. മാത്രമല്ല നൈട്രജൻ്റെ, ഫോസ്ഫറസിൻ്റെ, അയേണിൻ്റെ, സൾഫറിൻ്റെ അവരുടെയൊക്കെ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ പ്ലേ തന്നെ അവർ വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. ഇവരെന്താണ് നേച്ചറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയനാണ്. മെജോറിറ്റി എന്ന് പറയുന്നത് ഗുഡ് ഡിക്കമ്പോസേഴ്സ് ആണ്. അടുത്തതാണ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയയുടെ ഇമ്പാക്ട്സ് ആണ്. ഇവർ നമുക്ക് മിൽക്കിൽ നിന്ന് കേടുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. മാത്രമല്ല ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നു. ലെഗ്യൂം റൂട്ട്സിലൊക്കെ നൈട്രജന് ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ചില ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ക്രോപ്സിന്, ഫാമിനൊക്കെ നശിപ്പിക്കുന്നു, പാത്തജൻസ് ആയിട്ട് ചെയ്യുന്നു. എക്സാമ്പിളാണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാൻകർ. അടുത്തതാണ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുക മെയിനായിട്ടും ബൈനറി ഫിഷൻ വഴിയാണ്. അവർ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോറിലേഷൻ എന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ ബൈനറി ഫിഷൻ, സ്പോറിലേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഈ 3 വഴിയാണ് അവർ ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ഒരു ബാക്ടീരിയത്തിൽ നിന്ന് അടുത്ത ബാക്ടീരിയയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതാണ് ആർക്കിയ ബാക്ടീരിയ. യു ബാക്ടീരിയ കഴിഞ്ഞിട്ടുള്ളതാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ പ്രൊക്കാരിയോട്സ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അവരെ ഡിസ്കവർ ചെയ്തത് നൊക്കാഡ് ആൻഡ് റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. ഇവർക്ക് സെൽ വാൾ ആബ്സെൻ്റ് ആണ്. മാത്രമല്ല ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെയും സർവൈവ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഗ്രേറ്റ് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ എന്ന് പറയുന്നത് അവർ റെസിസ്റ്റൻ്റ് ആണ്. മാത്രമല്ല ഇതിൽ മിക്കവരും പ്ലാന്റ്സിനും ആനിമൽസിനും പാത്തോജനിക് ആണ്. അടുത്തതാണ് വീണ്ടും നമ്മൾ സയനോബാക്ടീരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സയനോബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകളാണ്, യൂണിസെല്ലുലാറാണ്, കോളനിയാണ്, ഫിലമെൻറ്റസ്. എക്സാമ്പിളാണ് സ്പൈറുലിന, നോസ്റ്റോ, കോസ്ലെറ്റോറിയ. ഇവരുടെ കോളനിയുടെ ചുറ്റോറും ജലാറ്റിനസ് ഷീത്ത് ഉണ്ട്. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂം ഫോം ചെയ്യുന്നു. ഇവരുടെ സെൽ വോള് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൂടിയിട്ടാണ്. ഇവർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സുകളാണ്. ഇവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രസൻ്റ് ആണ്. മാത്രമല്ല ചില സയനോബാക്ടീരിയ മോഡിഫൈ ചെയ്തിട്ട് തിക്ക് ബാരൽ ഷേപ്ഡ് സെല്ലായിട്ട് മാറുന്നു. അതും അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ നമ്മൾ ഹെട്രോസിസ്റ്റ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിളാണ് നോസ്റ്റോക്കും അനാബെനയും. സയനോബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ 3 എണ്ണമാണ്. സ്പൈറുലിന, അതെന്ന് പറയുന്നത് റിച്ച് ഓഫ് പ്രോട്ടീൻ ആണ്. മാത്രമല്ല കോളനിയായിട്ട് കാണപ്പെടുന്നതാണ് നോസ്റ്റോക്ക്. ഫിലമെൻറ്റസ് ആയിട്ട് കാണപ്പെടുന്നവരാണ് ഓസ്ലെറ്റോറിയ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ബൈ. നെക്സ്റ്റ് പാർട്ട് 2 ആയി നമുക്ക്